Hello, let us start new module of corporate accounting, that is accounting for insurance companies. Let us discuss what is insurance. Insurance is a means of protection from financial loss. ഒരു ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മീൻസ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫോം ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് വിച്ച് ഈസ് പ്രൈമറിലി യൂസ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് എ കണ്ടിൻജൻറ്റ് ഓർ അൺസർട്ടേൺ ലോസ്. നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ മാത്രമേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലേ, നാളെ ഓറഞ്ച് അലർട്ടാണ്, റെഡ് അലർട്ടാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്, പ്രെഡിക്റ്റ് ചെയ്താൽ കൂടി മാറ്റങ്ങൾ വരും. സോ ഒരു കണ്ടിൻജൻറ്റ് ലോസ് വിച്ച് മേ ഓർ മേ നോട്ട് അറൈസ്, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം, കണ്ടിൻജൻറ്റ് ലോസ്. പക്ഷെ നമുക്ക് അന്ന് ഒരു ലോസ് സംഭവിച്ചാൽ നമുക്ക് ആ ലോസിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി ഉള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇൻഷുറൻസ്. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് എ റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് എ കണ്ടിൻജൻറ്റ് ഓർ അൺസർട്ടേൺ ലോസ്. സോ വാട്ട് ഈസ് എ ഹിസ്റ്ററി ഓഫ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഇപ്പോൾ ഭയങ്കര വലിയ ബിസിനസ്സാണ് അല്ലേ. എല്ലാവർക്കും ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. സാലറിയിൽ നമുക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസിൽ ചേരുന്നു. നമ്മളല്ലാതെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്ലെയിം പോലുള്ള പല കാര്യങ്ങൾ ചേർന്നിടുന്നു. ഇതിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ചൈനീസ് ആൻഡ് ബാബിലോണിയൻ ട്രേഡേഴ്സാണ് ആദ്യമായിട്ട് ഈ ഇൻഷുറൻസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഹിസ്റ്ററിയിൽ. അതും 3rd and 2nd മില്ലനിയ ബിഫോർ ക്രൈസ്റ്റ്. ആ സമയത്താണ് ഈ ചൈനീസ് ആൻഡ് ബാബിലോണിയൻ ട്രേഡേഴ്സ് അവർ ഈ പറയുന്ന ട്രേഡ് ചെയ്യാൻ വേണ്ടി കടലുകളൊക്കെ കടന്നാണ് വേറെ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് അല്ലേ. അങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്ത് അപകടം വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ വലിയ തിരമാലകൾ കൊണ്ട് അപകടം സംഭവിക്കാം, കൊള്ളക്കാരെ കൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഉറപ്പില്ല. അപ്പോൾ അന്ന് അവർക്കൊരു ഹ്യൂജ് ലോസിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഈ ലോൺസ് എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ലോണിൻ്റെ മുകളിൽ ഇൻഷുറൻസ് കവറേജ് വെക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഏർലിയസ്റ്റ് നോൺ പോളിസി ഓഫ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വില്യം ഗിബൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തി 12 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 18th ജൂൺ 1583 1583 അതും റോയൽ എക്സ്ചേഞ്ച് ലണ്ടൻ ആണ് ആ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അവർക്ക് ആ പേഴ്സൺ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13,000 വീടുകൾ നശിച്ചു പോയിട്ടുള്ള അപകടം സംഭവിച്ചിട്ടുള്ള ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ എന്നറിയപ്പെടുന്ന 1666 1666 അന്നാണ് നമ്മൾ പ്രോപ്പർട്ടി ഇൻഷുറൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്ന് മുതലാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതൊരു ബിസിനസ്സായി മാറിയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് 18th സെഞ്ച്വറി മുതലാണ്. ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് അമിക്കബിൾ സൊസൈറ്റി ഫോർ എ പെർപെച്വൽ അഷുറൻസ് ഓഫീസാണ്. ലൈഫ് ഇൻഷുറൻസ് ഒരു അഷുറൻസ് ആണ് അല്ലേ. ലൈഫ് ഇൻഷുറൻസ് എന്തുകൊണ്ട് അഷുറൻസ് നമ്മൾ പിന്നീട് പഠിക്കും, എന്തുകൊണ്ടാണ് അതിനെ അഷുറൻസ് എന്ന് കൂടി പറയുന്നത്. ജനറൽ ഇൻഷുറൻസും ഉണ്ട്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അതിൽ ജനറൽ ഇൻഷുറൻസ് നമ്മൾ അഷുറൻസ് എന്ന് പറയാറില്ല, ലൈഫ് ഇൻഷുറൻസിനെയാണ് നമ്മൾ അഷുറൻസ് എന്ന് പറയുന്നത്. കാരണം ലൈഫ് ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഒന്നുകിൽ നമ്മൾ ആ ചേർന്നിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരിക്കൽ മെച്യൂരിറ്റി ആവും, അല്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കും. അപകടം സംഭവിച്ചാലും മെച്യൂരിറ്റി ആയാലും ഉറപ്പായിട്ട് നമ്മൾ അടച്ച പൈസ കിട്ടുന്നതായതുകൊണ്ടാണ് ലൈഫ് അഷുറൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതാണ്. സോ ആദ്യത്തെ കമ്പനിയുടെ പേരെന്താണ്? അമിക്കബിൾ സൊസൈറ്റി ഫോർ എ പെർപെച്വൽ അഷുറൻസ് ഓഫീസാണ്, വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഇൻ 1706 1706 ബൈ വില്യം ടാൽബോ ആൻഡ് സർ തോമസ് അലൻ, 2 പേരും കൂടി ചേർന്നിട്ടാണ് ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി, ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ സെയിം പ്രിൻസിപ്പിൾ, അതായത് ഈ അമിക്കബിൾ സൊസൈറ്റി ഫോർ എ പെർപെച്വൽ അഷുറൻസ് ഓഫീസിൻ്റെ സെയിം പ്രിൻസിപ്പിൾ കൊണ്ട് തന്നെ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്വേർഡ് റോമോസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 1762 സൊസൈറ്റി ഫോർ ഇക്വിറ്റബിൾ അഷുറൻസസ് ഓൺ ലൈഫ്സ് ആൻഡ് സർവൈവർഷിപ്പ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുടെ പേരുണ്ടായിരുന്നത്.
സോ ഇതൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതേപോലെ ഒരു ബ്രിട്ടനിലാണ് ആദ്യമായിട്ടൊരു ആക്ട് വരുന്നത്. ദാറ്റ് ഈസ് ലിബറൽ, അവിടുത്തെ ലിബറൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് 1911 1911 നാഷണൽ ഇൻഷുറൻസ് ആക്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഈ ഇൻഷുറൻസിൻ്റെ ഒരു എന്താണ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു നമ്മുടെ ഇക്കോണമിക്ക് അല്ലെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഫേവറബിളായി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ആക്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ ഇൻഷുറൻസ് ഇത്രയ്ക്ക് പോപ്പുലർ ആവാനുള്ള കാരണം എന്തായിരിക്കും? ലൈഫ് ഇൻഷുറൻസ്, എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതുപോലെ തന്നെ പല അസുഖങ്ങൾ, പല വൈറസ് അറ്റാക്സും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ പോക്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഒത്തിരി അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് മനുഷ്യർ ഒരുപാട് നാളൊന്നും ജീവിക്കാറുണ്ടായിരുന്നില്ല. 100 വർഷം വരെ ആയുസ് എന്നൊക്കെ പറഞ്ഞാലും ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 40 വയസ്സ് 38 വയസ്സൊക്കെ ആകുമ്പോൾ ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു പോകുന്ന അസുഖങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉള്ളത് കൊണ്ട് നല്ല സുഖമായി ജീവിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ആയുസ് കൂടി അല്ലേ? നമ്മൾ 100 വയസ്സ് 102 വയസ്സ് 103 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ചൈനയിലൊക്കെ അറിയില്ലേ, ചൈനേനെയും ഇന്ത്യനെയും നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ചൈനയിൽ ഓൾഡ് ഏജ് ആളുകൾ പീപ്പിൾ കൂടുതലാണെന്ന് പറയുന്നു. അതായത് അവരെ ആയുസ് കൂടുതലാണ്. സോ ആയുസ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് പലതിനും നമുക്ക് പറ്റുന്നില്ല. സോ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അവിടെയാണ് ശരിക്കും ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ സക്സസ്. നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ അന്ന് ആവശ്യമുണ്ട് എന്നുള്ളത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് അഷ്വർ ചെയ്യുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനെ ഒരു സേവിങ് ഹാബിറ്റ് കൂടി ആയി എടുത്ത ഒരു സാഹചര്യം നമ്മുടെ ഇക്കോണമിയിൽ കാണുന്നത് കൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ഇപ്പോൾ ഭയങ്കര വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്നാൽ നമ്മുടെ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോളിങ് പവർ മൊത്തം അവരിലായിരിക്കും. കാരണം എല്ലാ പണവും എല്ലാവരും സേവ് ചെയ്യുന്നുണ്ട് ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അല്ലേ, ലൈഫ് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പറയുന്നത് സർക്കാരിൻ്റെ കീഴിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം അനുസരിച്ചുകൊണ്ട് മാത്രമാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഏത് രാജ്യത്തും ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ വാട്ട് ഈസ് ഇൻഷുറൻസ് മീൻസ് ഡെഫിനിഷൻ ഓഫ് ഇൻഷുറൻസ്. എ കോൺട്രാക്ട്, ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലേ. whereby one person in consideration of a certain sum, ഒരു പേഴ്സൺ ചില അതായത് മാസമോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ അല്ലെങ്കിൽ ലംസമായിട്ട് ഒറ്റത്തവണയോ ഒരു കൺസിഡറേഷൻ കൊടുക്കുകയാണ്. കൺസിഡറേഷൻ നമ്മൾ പ്രീമിയം എന്ന് പറയും. ആ പ്രീമിയം കൊടുക്കുന്നു. ആ പ്രീമിയം ഒരാൾ സ്വീകരിച്ചിട്ട് തിരികെ എന്ത് കൊടുക്കും? നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ ഞങ്ങൾ ഒരു സേഫ് ഗാർഡ് ചെയ്തോളാം, അതിനെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ്, ഒരു കോൺട്രാക്റ്റ് ആണ് ശരിക്കും ഇൻഷുറൻസ്. So insurance may be defined as a contract whereby one person in consideration of a certain sum known as premium, ഒരു പേഴ്സൺ ഒരു പ്രീമിയം സ്വീകരിച്ചിട്ട് എഗ്രീസ് ടു പേ ഓൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്, ഒരു ഇവൻറ്റ് സംഭവിച്ചാൽ ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പയറി ഒരു മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ agrees to pay a sum of money or to compensate the loss to the other. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു പേഴ്സൺ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്, ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, പകരം ഇങ്ങോട്ട് പ്രീമിയം ഒരു കൺസിഡറേഷൻ സ്വീകരിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് പ്രീമിയം. So this is the definition of insurance. Insurance is a contract whereby one person in consideration of a certain sum known as premium agrees to pay on the happening of an event or on the expiry of a period a sum of money or to compensate the loss to the other. Then there are different parties in this insurance. First one, the person who safeguards the other against loss. ഒരാൾ പറയല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ തരാം, ഞങ്ങൾ നിങ്ങളെ ആ ലോസിൽ നിന്ന് രക്ഷിക്കാം, അല്ലെങ്കിൽ ആ ലോസ് കുറേയൊക്കെ കുറയ്ക്കാം എന്നൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലേ. സോ ഇൻഷുറൻസ് കമ്പനീനെ നമ്മൾ ഇൻഷുറർ എന്ന് പറയും.
The person who safeguards the other against loss is called insurer. Here, insurance company is the insurer. Then second person and second party is insured, the person who is safeguarded. ആരെയാണ് സേഫ്ഗാർഡ് ചെയ്യുന്നത്? ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ആ പേഴ്സണെ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയും. അവർ ഇവിടെ ഇൻഷുറൻസ് എടുത്തിരിക്കുകയല്ലേ, സോ ദേ ആർ നോൺ ആസ് ഇൻഷുർഡ്. പേഴ്സൺ ആവാം, ഓർഗനൈസേഷൻ ആവാം. ഓക്കെ, സോ രണ്ട് ടേം പറഞ്ഞു, ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. Insurer means who gives protection, that is insurance company is an insurer, and the person who is safeguarded is called insured. Here a person or any individuals or organization is insured. Then another term is insurance policy. നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴേ ലൈഫ് ആയിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഇത്ര രൂപ തന്നോളാം, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇത്ര രൂപ തന്നോളാം, അതിന് പകരം നിങ്ങൾ ഇത്ര രൂപ പ്രീമിയം മാസം അടയ്ക്കണം എന്നൊക്കെ എഴുതുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടല്ലേ. ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ആൻ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുറൻസ് പോളിസി. The document containing the terms and conditions of an insurance is insurance policy. Then നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം, the amount of money charged by the insurer. ആരാണ് ഈ മണി നിശ്ചയിക്കുന്നത്? ഇൻഷുറർ ആണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. To the policy holder for the coverage or set forth in the insurance policy is called the premium. ഒരു തുക നിശ്ചയിക്കുന്നുണ്ട് ഇൻഷുറൻസ് പോളിസി അനുസരിച്ച്, ഇൻഷുറർ ആണ് നിശ്ചയിക്കുന്നത്. അതിൽ വേണമെങ്കിൽ എഗ്രി ചെയ്യാം ഇൻഷുർഡിന്. സോ പോളിസി ഹോൾഡറിൻ്റെ കവറേജ്, ആ പേഴ്സൻ്റെ ലൈഫോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പ്രോപ്പർട്ടിയോ എന്തായാലും അത് കവർ ചെയ്യാൻ, അതിന് സേഫ് ഗാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഓഫ് മണി അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഷുറൻസ് പ്രീമിയം. Okay, so there are four terms: insurer, insured, insurance policy and premium. Then what is the legal background of insurance business? Insurance business in the legal background endana. First one is Insurance Act 1938. Actually this act is applicable in all insurance businesses, whether it is life insurance, whether it is fire insurance, whether it is marine insurance, whatever it may be. This act applies to all types of insurance business. Okay. And accordingly, only a public company, ഒരു പബ്ലിക് കമ്പനിക്കോ എ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ ഒരു ബോഡി കോർപ്പറേറ്റിനോ മറ്റു രാജ്യങ്ങളിലെ ഒരു ബോഡി കോർപ്പറേറ്റിനോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ പബ്ലിക് കമ്പനിക്കോ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇൻഷുറൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ബിസിനസ് തുടങ്ങാനുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ആക്റ്റാണ് ഇൻഷുറൻസ് ആക്ട് 1938 എന്ന് പറയുന്നത്. ലേറ്റർ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് 1956 വന്നു. ഇത് എല്ലാ പ്രൈവറ്റ് മാനേജ്മെൻറ്റ്സും, അതായത് എല്ലാ പ്രൈവറ്റ് ഏജൻസീസും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് എല്ലാം നിർത്തലാക്കി. പകരം the life insurance business was nationalized in 1956, eliminating all private managements. Here, the government of India constituted a statutory corporation for this. ഒരു statutory corporation start ചെയ്തു, that is Life Insurance Corporation of India. നമ്മൾ LIC എന്ന് വിളിക്കുന്നില്ലേ, that is Life Insurance Corporation of India under the LIC Act 1956. പിന്നെ അനദർ ഒരു ആക്ട് മറൈൻ ഇൻഷുറൻസ് ആക്ട് ആണ്. എല്ലാ മറൈൻ ഇൻഷുറൻസസും ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ ഈ ഷിപ്പൊക്കെ ഇൻഷുർ ചെയ്യുന്നില്ലേ, അതായത് കടൽ മാർഗം പോകുന്ന യാത്രകളുടെ മുകളിലോ അല്ലെങ്കിൽ കാർഗോൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആ യാത്രയിലോ ഷിപ്പിനോ, അതൊക്കെയാണ് മറൈൻ ഇൻഷുറൻസിൽ വരുന്നത്. അത് ഏത് ആക്ടിലാണ്? മറൈൻ ഇൻഷുറൻസ് ആക്ട് 1963. Then general insurance business. Actually this life insurances are classified into two. First one life insurance and general insurance. അല്ലേ, ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇൻഷുറൻസസ് എല്ലാം ലൈഫ് ഇൻഷുറൻസസും, ലൈഫ് ഇൻഷുറൻസ് അല്ലാത്തത് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഷുറൻസസും ജനറൽ ഇൻഷുറൻസസും ആണ്. സോ ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ ഒരു ആക്ടാണ് അടുത്തത്, ദാറ്റ് ഈസ് നാഷണലൈസേഷൻ ആക്ട് എന്ന് പറയും. നാഷണലൈസേഷൻ ആക്ട് 1952. എയിം എന്ന് പറയുന്നത് എല്ലാ ജനറൽ ഇൻഷുറൻസസും, അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസസും ഗവൺമെൻറ്റിന് കൂടുതൽ എംപവർമെൻറ്റിന് വേണ്ടി, ഗവൺമെൻറ്റിന് കൂടുതൽ നമ്മുടെ ഇക്കോണമിക്ക് ഫേവറബിളായി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ആക്റ്റാണ്, ദാറ്റ് ഈസ് നാഷണലൈസേഷൻ ആക്ട്. അതായത് കംപ്ലീറ്റ് ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സസും ഗവൺമെൻറ് അണ്ടറിൽ വരികയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ എംപവർമെൻറ്റ് കൊടുക്കുകയും ആ മറൈൻ ഇൻഷുറൻസിലൂടെ നേടുന്ന പണം നമ്മുടെ ഇക്കോണമിക്ക് ഏറ്റവും ഫേവറബിളായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു ആക്റ്റാണ് നാഷണലൈസേഷൻ ആക്ട് 1972. നെക്സ്റ്റ് വൺ ഇതാണ് IRDA അല്ലേ, ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999, IRDA ആക്ട്. ഇത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എൻ അതോറിറ്റി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്, ടു റെഗുലേറ്റ്, promote and ensure ordinary growth of the insurance industry and for matters connecting therewith or incidental thereto. ഹിയർ ശരിക്കും IRDA എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അവർക്കൊരു പെർപെച്വൽ സക്സഷനും ഒരു കോമൺ സീലും അവർക്ക് ഫുൾ അതോറിറ്റി ഉണ്ട് ടു വിത്ത് എ പവർ ടു അക്വയർ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാം, അങ്ങനെ എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു അതോറിറ്റിയാണ് IRDA എന്ന് പറയുന്നത്. IRDA ആക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് ബിസിനസ്സസ് എല്ലാം നമ്മളുടെ റീഇൻഷുറൻസസ് ബിസിനസ്സസും ഇൻഷുറൻസ് ബിസിനസ്സസും എല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങുന്നതാണ് IRDA അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആക്ട് 1999. ഈ IRDA ആക്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യയിലുള്ള ഇൻഷുറൻസസും റീഇൻഷുറൻസ് ബിസിനസ്സസും എല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ചില ലീഗൽ ബാക്ക്ഗ്രൗണ്ട്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് രണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്. ഒരാളുടെ ലൈഫിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആണ് പറയുന്നത്. അതേസമയം ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ മറ്റെന്തിനെങ്കിലും ഒക്കെ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇൻഷുറൻസസ് അതർ ദാൻ ലൈഫ് ഇൻഷുറൻസ് ആർ ട്രീറ്റഡ് ആസ് ജനറൽ ഇൻഷുറൻസ്. ലൈക്ക് ഫയർ ഇൻഷുറൻസ് ഒരു ജനറൽ ഇൻഷുറൻസ് ആണ്, മറൈൻ ഇൻഷുറൻസ് ഒരു ജനറൽ ഇൻഷുറൻസ് ആണ്, ദെൻ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, then burglary insurance, crop insurance, cattle insurance, motor vehicles insurance, property insurance, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്, പല വെറൈറ്റി ടൈപ്സ് ഓഫ് ഇൻഷുറൻസസ് വരും ഈ ജനറൽ ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ. ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ ലൈഫിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ജനങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിനെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയും. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാം എന്താണ്? ജനറൽ ഇൻഷുറൻസ് ആണ്. ഫോർച്ചുനേറ്റ്ലി in our syllabus, the only topic we have to learn is life insurance. We don't have to learn general insurance in detail. We have to learn only the accounting pattern of life insurance businesses. Okay, so we will discuss it later. Only the life insurance, we are giving much stress to the life insurance policies and accounting for life insurance companies and all. Okay, thank you. So hope you understand a brief idea about what is insurance, what are the different types, what are the legal background, then what is the history of insurance business in the world and all. Okay, thank you.